ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര എന്ന ചാപ്റ്റർ, അതായത് സമാന്തര ശ്രേണികളും ബീജഗണിതവും എന്ന ചാപ്റ്ററിൽ പേജ് നമ്പർ 71 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്: കാൽക്കുലേറ്റ് ദ സം ഓഫ് ദി ഫസ്റ്റ് 25 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസസ് ബിലോ. ഇവിടെ 4 സീക്വൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ നമുക്ക് ആദ്യം ചെയ്യാം. ഇവിടെ ഫസ്റ്റ് 25 ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സമ്മിൻ്റെ ഫോർമുല നമുക്കറിയാം. എസ് എൻ ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് എക്സ് എൻ. നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണുള്ളത്? x1 അറിയാം, ഫസ്റ്റ് ടേമാണ് x1 11 ആണ്. പിന്നെ n അറിയാം, 25 ടേംസ് ആണ്. ഇനി xn വേണമല്ലോ. xn കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? dn പ്ലസ് എഫ് മൈനസ് ഡി. ഇവിടെ ഡി എത്രയാണ്? ഡി കാണണമല്ലോ. ഡി എന്ന് പറയുന്നത് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം സബ്ട്രാക്ട് ചെയ്താൽ മതി. 22 മൈനസ് 11 ആണ്. അപ്പോൾ 11n പ്ലസ് എഫ് എന്ന് പറയുന്ന x1 തന്നെയാണല്ലോ. അപ്പോൾ 11 മൈനസ് ഡി 11 മൈനസ് 11 0 ആണ്. അപ്പോൾ 11n ആണ്. ഇനി നമ്മുടെ ഈ സീക്വൻസ് ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ പറ്റും, ഇത് 11ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് അല്ലേ. ഇപ്പോൾ 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? 2, 4, 6 എക്സെട്ര. ജനറൽ ഫോം അല്ലെങ്കിൽ ഓൾജിബ്രൈക് ഫോം എന്തായിരുന്നു? 2n ആയിരുന്നു. 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുമ്പോൾ 3n ആണ്. ഇത് 11ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുമ്പോൾ 11n ആണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ കാണിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. ഇനി നമുക്ക് 11n ആണ്. അപ്പോൾ n എത്രയാണ്? 25 ആണ്. 11 ഇൻറ്റു 25. 25 11s ആർ എത്രയാണെന്ന് നോക്കാം. 1 5s ആർ 5, 1 2s ആർ 2, 1 5s ആർ 5, 2, 275. അപ്പോൾ അതിവിടെ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. n എത്രയാണ്? 25/2 ഇൻറ്റു ഫസ്റ്റ് ടേം 11 പ്ലസ് ലാസ്റ്റ് ടേം 275 ഈക്വൽ ടു 25/2 ഇൻറ്റു 11 പ്ലസ് 275 എത്രയാണ്? 286. ഇനി ഇവിടെ നോക്കിക്കേ, 186ഉം ഒരു ഈവൻ നമ്പറാണ്, 2ഉം ഈവൻ നമ്പറാണ്. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. അപ്പോൾ എത്ര വരും? 25 ഇൻറ്റു 2-നകത്ത് എത്ര 2 ഉണ്ട്? 1. 8-നകത്ത് 4 ടൈംസ്, 6-നകത്ത് 3 ടൈംസ്. ഇനി ഇതങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 143 ഇൻറ്റു 25. 3 5s ആർ 15, 5 4s ആർ 20 പ്ലസ് 1 21, 5 1s ആർ 5 പ്ലസ് 2 7. 3575 ആണ് ഈ 11 22 33 എന്ന സീക്വൻസിലെ 25 ടേംസിൻ്റെ സം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 12 23 34 എക്സെട്ര. അപ്പോൾ ഇവിടെയും നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ടേം x1 12 ആണ്. നമ്പർ ഓഫ് ടേംസ് തന്നിട്ടുണ്ട്. n ഈക്വൽ ടു 25 ആണ്. പിന്നെ d നമുക്ക് കാണണം. d ഈക്വൽ ടു സെക്കൻഡ് ടേം 23യിൽ നിന്ന് ഫസ്റ്റ് ടേം 12നെ സബ്ട്രാക്ട് ചെയ്യണം. 23 മൈനസ് 12 എന്ന് പറയുന്നത് 11 ആണ്. ഇനി നമുക്ക് nth ടേം xn ഇല്ല. അപ്പോൾ xn കണ്ടുപിടിക്കണം. xn ഈക്വൽ ടു നമ്മുടെ ഫോർമുല നമുക്കറിയാം, dn പ്ലസ് എഫ് മൈനസ് ഡി. ഡി എന്ന് പറയുന്നത് 11 ആണ്. 11n പ്ലസ് എഫ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേം ആണ് എഫ്. അപ്പോൾ 12 മൈനസ് ഡി 11. അപ്പോൾ 11n പ്ലസ് 1. ഇവിടെ എത്ര ടേംസ് ആണ് കാണേണ്ടത്? 25 ടേംസ് ആണ്. അപ്പോൾ എന്നിന് 25 ഇട്ട് കൊടുക്കാമല്ലോ. അന്നേരം നമുക്ക് x25 കിട്ടുമല്ലോ. 11 ഇൻറ്റു 25 പ്ലസ് 1. 11 ഇൻറ്റു 25 എന്ന് പറയുന്നത് 275 ആണ്. പ്ലസ് 1 ഈക്വൽ ടു 276. ഇനി നമുക്ക് നമ്മുടെ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോർമുല എന്താണ്? എസ് എൻ ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn.
ഈക്വൽ ടു n എത്രയാണ് 25 ആണ്. 25/2 ഇൻറ്റു ഫസ്റ്റ് ടേം 12 പ്ലസ് 25th ടേം 276 ഈക്വൽ ടു 25/2 ഇൻറ്റു 276ൻ്റെ കൂടെ 12 ആഡ് ചെയ്യുമ്പം 288. ഇനി ഇത് രണ്ട് ഈവൻ നമ്പേഴ്സ് ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്തു പോവും. അപ്പോൾ 25 ഇൻറ്റു how many times 2 into 1 time 8 into 4 time 8 into 4 time 144നെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടി. 144 into 25 5 4s are 20 2600 എന്ന് ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ 21, 32, 43 എക്സെട്ര. ഇവിടെയും 25 ടേംസിൻ്റെ സമ്മാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ n ഈക്വൽ ടു 25 ആണ്. n ഈക്വൽ ടു 25. പിന്നെ ഇവിടെ ഫസ്റ്റ് ടേമിനെ എഫ് എന്നും വിളിക്കും, x1 എന്നും വിളിക്കും. അപ്പോൾ x1 ഈക്വൽ ടു 21. ഇനി xn നമുക്കറിയത്തില്ല, അത് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് d വേണം. d ഈക്വൽ ടു സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേമിനെ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 32 മൈനസ് 21 ഈക്വൽ ടു 11. അപ്പോൾ xn കാണാനായിട്ട് xn ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. ഡി എന്ന് പറയുന്നത് 11 ആണ്. 11n പ്ലസ് എഫ് എന്ന് പറയുന്നത് 21 മൈനസ് 11 ഈക്വൽ ടു 11n പ്ലസ് 11. ഇനി ഇവിടെ n 25 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ x25 ഈക്വൽ ടു 11 ഇൻറ്റു 25 പ്ലസ് 11 275 പ്ലസ് 11 അപ്പോൾ 286 എന്ന് കിട്ടി. നമുക്ക് നമ്മുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Sn ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn. S25 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 25/2 ഇൻറ്റു x1 21 ആണ്. 21 പ്ലസ് x25 286 ഈക്വൽ ടു 25/2 ഇൻറ്റു 286ൻ്റെ കൂടെ 21 ആഡ് ചെയ്യുമ്പോൾ 307. അപ്പോൾ ഇവിടെ 307നെ 25 കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. 7675 എന്ന് വന്നു. 7675നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആൻസർ 3837.5. അടുത്ത ക്വസ്റ്റ്യൻ 19, 28, 37 എക്സെട്ര. ഇവിടെ ഫസ്റ്റ് ടേം x1 ഈക്വൽ ടു 19, n ഈക്വൽ ടു 25, xn അറിയത്തില്ല, അപ്പോൾ d കാണണം. 28 മൈനസ് 19 9. ഇനി xn കാണണം. xn ഈക്വൽ ടു ജനറൽ ഫോം dn പ്ലസ് എഫ് മൈനസ് ഡി. ഡി എന്ന് പറയുന്ന 9n പ്ലസ് എഫ് 19 മൈനസ് ഡി 9. അപ്പോൾ 9n പ്ലസ് 10. ഇവിടെ x25 ആണ് വേണ്ടത്. x25 ഈക്വൽ ടു 9 ഇൻറ്റു 25 പ്ലസ് 10. 225 പ്ലസ് 10 235. ഇനി നമ്മുടെ ഫോർമുല Sn ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn ഈക്വൽ ടു n 25 ആണ്. 25/2 ഇൻറ്റു ഫസ്റ്റ് ടേം 19 പ്ലസ് ലാസ്റ്റ് ടേം 235 ഈക്വൽ ടു 25/2 254. 254 ഈവൻ നമ്പറാണ്. ഇപ്പോൾ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 25 ഇൻറ്റു 2 ടൈംസ് 1 ആണ് 2. 5നകത്ത് 2
2 times റിമൈൻഡർ 1, 14 ടു 7 times. അപ്പോൾ 127നെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ആൻസർ 3175.